ഫ്രൈഡ് റൈസ് വിത്തൗട്ട് റൈസ് എങ്ങനെയാണെന്നല്ലേ ബാ നോക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസ് വിത്തൗട്ട് റൈസിന് എന്താ വേണ്ടിയെന്ന് നമുക്ക് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കോളിഫ്ലവർ. അതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം കാഷ്യൂ നട്ട്സ്. ഇതാണ് നമ്മളുടെ റൈസായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കുന്ന പോലെ അല്പം ബട്ടറുണ്ട്, അല്പം ഓയിലുണ്ട്, ഗാർലിക്, അനിയൻ, ഗ്രീൻ പീസ്, സെലറി, ക്യാരറ്റ്സ്, എഗ്ഗ്, ഒരല്പം പഞ്ചസാരയും വിനെഗറും പിന്നെ ഉപ്പും കുരുമുളകും ഒക്കെ. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം. ക്യാപ്സിക്കമോ ബീൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും, ക്യാബേജോ, എനിത്തിങ്. ഫ്രൈഡ് റൈസിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നത് പോലെ എന്തും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈഡ് റൈസ് വിത്തൗട്ട് റൈസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കോളിഫ്ലവറും കാഷ്യൂ നട്ട്സും കൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ആയിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് നമ്മൾ കോളിഫ്ലവറും കാഷ്യൂ നട്ട്സും ഒരല്പം ഉപ്പും, ഇത് റൈസ് അല്ലാത്തതുകൊണ്ട് ഒരല്പം ഉപ്പ് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര സോൾട്ടി ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. നമുക്കിത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിതൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി അരഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം പാൻ ഒന്ന് ചൂടാവട്ടെ. ചൂടാകുമ്പോഴത്തേക്കിന് അതിലേക്ക് അല്പം ബട്ടറും അല്പം എണ്ണയും കൂടി ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു ലോ കാലറി, ഹൈ ഫൈബർ, ഹൈ പ്രോട്ടീൻ ഒരു മീലാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഇത് നോക്കുന്നുണ്ടെങ്കിൽ അതിനും ഇതൊരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു വെയിറ്റ് ലോസ്റ്റ് ഹെൽത്തി ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബട്ടർ മാത്രം മതി, ഒരല്പം ബട്ടർ മാത്രം മതി, ഓയിൽ ചേർക്കണം എന്നില്ല. പിന്നെ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഫീൽ വരണമെങ്കിൽ ഒരു ഇച്ചിരി ഓയിലും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ നമുക്ക് സ്കൂളിൽ കൊടുത്തു വിടാനോ ഒക്കെ വളരെ സൂപ്പർ ഡ്യൂപ്പർ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഗാർലിക്ക് നല്ലപോലെ ഒന്ന് സോട്ട് ആവണം, ഒരു ഗോൾഡൻ കളറിലോട്ട് വരണം. അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ നല്ല പോലെ വരുന്നത്. ഒരു ഗാർലിക് ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗാർലിക്ക് നന്നായിട്ട് ഒരു ഗോൾഡൻ കളറിലോട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ക്യാരറ്റ്സ്. ഒരുപാട് സോട്ടായിട്ട് പോകണ്ട, ഹൈ ഫ്ലെയിമിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ക്രഞ്ചിനെസ് വരുകയും വേണം, എന്നാൽ റോ ആയിട്ട് ഫീൽ ചെയ്യാനും പാടില്ല. ആ ഒരു രീതിയിൽ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാരറ്റും ഗ്രീൻ പീസും സോട്ടായിട്ടുണ്ട്. നമുക്കതിലേക്ക് അനിയൻസും സെലറിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സെലറിക്ക് പകരം സ്പ്രിംഗ് അണിയൻസ് ചെയ്യണമെങ്കിൽ സ്പ്രിംഗ് അണിയൻസ് ചെയ്യാം. എനിത്തിങ് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എന്തും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഫ്രൈഡ് റൈസൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം, ചൈനീസ് ഡിഷസ് പ്രത്യേകിച്ചും ചെയ്യുമ്പം ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അതൊന്ന് സോട്ടായിട്ടുണ്ട്. നമുക്കിനി നമ്മളുടെ കോളിഫ്ലവർ കാഷ്യൂ നട്ട് മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ അതിന് വലിയ വേവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി. നമ്മൾ ഹൈ ഫ്ലെയിമിലും കൂടെ ചെയ്യുമ്പം ഒത്തിരി നേരമൊന്നും നമ്മൾ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിങ്ങനെ എടുത്താൽ മതി. നമ്മുടെ കോളിഫ്ലവറും നന്നായിട്ടൊന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഒരു 3/4 വേവാകുമ്പം നമുക്ക് ഫ്രൈഡ് റൈസിനകത്ത് മുട്ട മസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മുട്ടയും കൂടെ നമുക്ക് അതിനകത്തൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതാ മുട്ടയും കൂടെ ചേർത്തു. നല്ലൊരു ഫ്ലേവർ മണവും മുട്ടയും കൂടെ ചെന്നപ്പം ഇതിൻ്റെ ലുക്കും മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ചെറിയ പൊടിക്കൈയും കൂടെ ഉണ്ട്.
ഫ്രൈഡ് റൈസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കറിയാം. അതിനകത്തോട്ട് ഒരല്പം പഞ്ചസാരയും ഒരല്പം വിനെഗറും കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തതാണ്, എന്നാലും ഒരു ഇച്ചിരി കുറവുണ്ട് നമ്മൾ മുട്ടയും അത്രയും വെജിറ്റബിൾസും ഒക്കെ വന്നപ്പം. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർക്കാം. ഒപ്പം ഇച്ചിരി പെപ്പർ പൗഡർ. പെപ്പർ പൗഡർ വരുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ വരുന്നത്. നമ്മൾ ഇത്രയും ചെയ്തതിൻ്റെ ഒരു ഫ്ലേവർ എൻഹാൻസ്മെൻറ്റ് പെപ്പർ ചേർക്കുമ്പോൾ നമുക്കത് കിട്ടും. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമ്മളുടെ ഫ്രൈഡ് റൈസ് വിത്തൗട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് റൈസ് വിത്തൗട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഒരു നല്ല ഫ്ലേവറാണ് അതിന്. വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ കാലറി, ഹൈ ഫൈബർ, ഹൈ പ്രോട്ടീൻ, കിടു ഐറ്റം. ഇനി വെയിറ്റ് ലോസ് നോക്കുന്നില്ലാത്തവർക്ക് ഒരു ടേസ്റ്റി ഡിഷ്. പിന്നെ പിള്ളേരെ പച്ചക്കറി കഴിപ്പിക്കണമെങ്കിൽ അതിനും ഒരു പെർഫെക്റ്റ് ചോയ്സ്. അപ്പോൾ തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ.